ശബരിമല സ്വർണ്ണ മോഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് സഹായി അനന്ത സുബ്രഹ്മണ്യൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയതായി സൂചന. രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനം പൂർത്തിയായ ശേഷം വിശദമായ തെളിവെടുപ്പിനായി പോറ്റിയെ പത്തനംതിട്ടയിലെത്തിക്കും. കസ്റ്റഡി കാലാവധി പൂർത്തിയാകും മുൻപ് പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള നീക്കത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. ഉത്തരവാദിത്തത്തിൽ നിന്ന് ബോർഡിന് ഒഴിഞ്ഞു മാറാനാകില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയതോടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുകയും ചെയ്യും. ഡാൻ കുര്യൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഡാൻ, ഇതിൽ ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ഈ ചോദ്യം ചെയ്യൽ തുടരുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തെളിവെടുപ്പ്, നിർണായകമായ തെളിവെടുപ്പ് നടക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള പരാമർശങ്ങൾ അത് ഏറെ ശ്രദ്ധേയമാണ്. അത് ബോർഡിന് ഈ വിഷയത്തിലെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. മുൻകാലങ്ങളിലുണ്ടായ പ്രസിഡന്റുമാർക്ക് മാത്രമല്ല PS പ്രശാന്തിനും നിലവിലെ പ്രസിഡന്റിനും വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കോടതി ഇന്നലെ വ്യക്തമാക്കിയ കാര്യമാണ്. എന്തായാലും വിശാലമായ അന്വേഷണം അനിവാര്യമാണ് എന്നുള്ളതാണ് ഹൈക്കോടതി ഇന്നലെ സൂചിപ്പിച്ച കാര്യം. അപ്പോൾ ഇനിയുള്ള ഈ നിയമ നടപടിയുമായി ബന്ധപ്പെട്ട മുന്നോട്ട് പോക്ക് അത് വളരെ നിർണായകമാണ്. ഉദ്യോഗസ്ഥരെയും ബോർഡ് അംഗങ്ങളെയും ഒക്കെ വരും ദിവസങ്ങളിൽ തന്നെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയല്ലേ മുന്നിലുള്ളത്? വമ്പൻ സ്രാവുകൾ പിന്നിലുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിലുണ്ട് എന്ന നിഗമനത്തിലാണ് ഹൈക്കോടതി. അതായത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിലടക്കം, അന്വേഷണ റിപ്പോർട്ടിലടക്കം അതിലേക്ക് വെളിച്ചം വീശുന്ന ചില നിർണായകമായ സൂചനകളുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു ഗുരുതരമേറിയ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അത്തരമൊരു പരാമർശം ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം പറയാൻ. അതായത് നിലവിലെ ബോർഡ് ഭാരവാഹികൾക്കും ബോർഡ് പ്രസിഡന്റിനും ഒന്നും ഒഴിഞ്ഞു മാറാനാവില്ല എന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് എന്ന് പറയുമ്പോൾ അത് കൃത്യമായി ഇതിനോടകം ലഭിച്ചിരിക്കുന്ന വിവരങ്ങളുടെയും കണ്ടെത്തിയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് അത്തരമൊരു പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് വേണം പറയാൻ. എന്തായാലും രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ ചില പരിപാടികൾ ഈ ഉദ്യോഗസ്ഥർക്കടക്കം പത്തനംതിട്ട ജില്ലയിലുണ്ട്. അതുകൂടി പൂർത്തിയായതിനു ശേഷം അന്വേഷണം പൂർണ്ണമായി പത്തനംതിട്ടയിലേക്ക് ഉൾപ്പെടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ച് വിശദമായ തെളിവെടുപ്പും ചോദ്യം ചെയ്യലും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ ഈ ഈഞ്ചക്കലിലെ ഓഫീസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തുടരുന്നതിന്റെ കാരണം പോലും ഈ പത്തനംതിട്ടയിൽ ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളൊക്കെ നിലനിൽക്കുന്നതുകൊണ്ടാണ്. അതിനുശേഷം അന്വേഷണം മറ്റൊരു തലത്തിലേക്ക്, വിശാലമായ ഒരു തലത്തിലേക്ക് നീങ്ങും. എന്തായാലും ഈ ദേവസ്വം ബോർഡിലെ ജീവനക്കാരായ മുരാരി ബാബുവിനെയും സുനിൽ കുമാറിനെയും ഉടൻ ചോദ്യം ചെയ്യുമെന്ന വിവരം കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു. പക്ഷേ അത് എപ്പോഴെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തത തുടരുകയാണ്. അതോ ഇതിനോടകം തന്നെ പ്രാഥമികമായ വിവരശേഖരണം പ്രത്യേക അന്വേഷണ സംഘം നടത്തിയോ എന്ന കാര്യത്തിൽ നമുക്കൊരു സ്ഥിരീകരണമില്ല. കാരണം അത്രമാത്രം രഹസ്യാത്മക സ്വഭാവം കാത്തുസൂക്ഷിച്ചുകൊണ്ടാണ് ഈ കേസിന്റെ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത. യെസ്, അത് കോടതി പ്രത്യേകം നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. രഹസ്യാത്മകത സൂക്ഷിക്കണം ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട്. മാധ്യമങ്ങളോടടക്കം കൂടുതൽ ഈ കേസിന്റെ വിശദാംശങ്ങൾ, അന്വേഷണ പുരോഗതി ഏത് തരത്തിലാണ് എന്നുള്ളത് വെളിവാക്കേണ്ടതില്ല എന്ന തരത്തിലൊരു നിർദ്ദേശമാണ് ഇന്നലെ കോടതിയിൽ നിന്ന് വന്നത്. അതോടൊപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു പോയ ഒരു കാര്യമാണ് ഡാൻ, അതായത് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. ഈ വിഷയം വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന സമയത്ത് ആയുധമാക്കാൻ പ്രതിപക്ഷം ഒരുങ്ങിയത് നമ്മൾ കണ്ടതാണ്. വിശ്വാസ സംരക്ഷണ ജാഥ അടക്കം നടത്തി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സജീവമായ രംഗത്തുണ്ട് പ്രതിപക്ഷം പ്രതിഷേധവുമായി. അപ്പോൾ ഈ PS പ്രശാന്തിന്റെ അടക്കം ബന്ധം അല്ലെങ്കിൽ ഒരു ഇടപെടൽ തള്ളിക്കളയാനാകില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയ ഒരു സാഹചര്യത്തിൽ ഇനി PS പ്രശാന്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം അത് ശക്തമാക്കുമോ? തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരു മാസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഒരു മാസം കഷ്ടി എന്ന് വേണം പറയാൻ. അതിനു മുമ്പ് തന്നെ വിജ്ഞാപനം വരും. അതുകൊണ്ട് തന്നെ ഇതിനെ വലിയ തരത്തിൽ പ്രതിപക്ഷം ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ അപ്പോഴും ദേവസ്വം ഭാരവാഹികൾ, അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും അദ്ദേഹത്തോടൊപ്പമുള്ളവരും പറയുന്നത് കാത്തിരിക്കൂ, 6 ആഴ്ച, ഇപ്പോൾ 10 ദിവസമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. ആ ഒരു 6 ആഴ്ച കാത്തിരുന്നതിന് ശേഷം എന്താണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിരീക്ഷണം, ഈ സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അപ്പോൾ എല്ലാ കാര്യങ്ങളും വ്യക്തമാകും. അതുവരെ മാത്രമേ ഈ പുകമറയൊക്കെ സൃഷ്ടിക്കാൻ കഴിയൂ ആരോപണങ്ങളിലൂടെ എന്ന തരത്തിലുള്ള ഒരു നിലപാടിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ. എന്തായാലും അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്ന ആദ്യഘട്ടം മുതൽ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഭാരവാഹികളുമൊക്കെ അറിയിച്ചുകൊണ്ടിരുന്നതാണ്. എന്തായാലും സമഗ്രമായൊരു അന്വേഷണമാണ് നടക്കുന്നത്. അതുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം പ്രതിപക്ഷവും ശക്തമാക്കും. യെസ്, തീർച്ചയായും. ഡാൻ കുര്യനാണ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്.